നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രകൃതി ദുരന്തം സുനാമികൾ ആണ്. കലിതുള്ളിയ കടൽ രാക്ഷസ തിരമാലകളെ അയച്ച് കരയിലെ സകലതിനെയും കവർന്നെടുക്കുന്ന പ്രകൃതി ദുരന്തമാണ് സുനാമി. മീറ്ററുകൾ ഉയരത്തിൽ അതിഭീകരമായി ആഞ്ഞടിക്കുന്ന സുനാമി തിരകൾ പലപ്പോഴും മനുഷ്യന് ഭീഷണി ഉയർത്താറുണ്ട്. ലോകത്തിലുണ്ടായിട്ടുള്ള ഭൂരിപക്ഷം സുനാമികളും പസഫിക് സമുദ്രത്തിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് ഉണ്ടായിട്ടുള്ളത്. BC 47 ശേഷം പസഫിക് സമുദ്രത്തിൽ 1200-ലധികം സുനാമികൾ രൂപം കൊണ്ടിട്ടുണ്ടെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക്. ഇതുതന്നെ വടക്കൻ കാലിഫോർണിയ, ഹവായി, തെക്കുപടിഞ്ഞാറൻ ചിലി, പെറു അതിർത്തി പ്രദേശങ്ങൾ എന്നിവയാണ് സുനാമി സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ 200 വർഷത്തിനുള്ളിൽ 65ഓളം സുനാമികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമാണ് പലപ്പോഴും സുനാമിയുടെ കാരണം. 1782 സൗത്ത് ചൈന കടലിൽ ഉണ്ടായ സുനാമിയെ ഏറ്റവും വിനാശകാരിയായ സുനാമികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭൂകമ്പത്തെ തുടർന്ന് മീറ്ററുകളോളം ഉയർന്ന സുനാമി തിരകൾ കരയിലേക്ക് 120 കിലോമീറ്ററോളം കുതിച്ചു കയറി. ഏതാണ്ട് 40,000-ലധികം ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഈ സുനാമിയിൽ തകർന്നടിഞ്ഞു. ഇന്തോനേഷ്യയിലെ ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് 1883 ഓഗസ്റ്റ് അവസാനമുണ്ടായ സുനാമി ആയിരങ്ങളുടെ ജീവനാണ് കവർന്നെടുത്തത്. 30 മീറ്റർ ഉയരത്തിൽ ഉയർന്ന തിരമാലകൾ ജാവ, സുമാത്ര പ്രദേശത്തെ 165 തീരദേശ ഗ്രാമങ്ങളെ കടലിൽ താഴ്ത്തി. 36,000 ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളിൽ പോലും ഈ സുനാമി തിരകൾ എത്തി. ഒരു ഭൂകമ്പത്തെ തുടർന്ന് 1868 ചിലി തീരത്തുണ്ടായ സുനാമിയെ 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. 26,000-ഓളം ആളുകളാണ് ആ സുനാമി തിരയിൽ ഒലിച്ചുപോയത്. ചിലിയിലെ അരിഗ എന്ന പട്ടണത്തിൻ്റെ തീരത്ത് കിടന്ന കപ്പലുകളടക്കം ഈ തിരയിൽ തകർന്നടിഞ്ഞു. 90 മീറ്റർ ഉയരത്തിലാണ് സുനാമി തിരകൾ തീരത്തേക്ക് അടിച്ചു കയറിയത്. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സുനാമി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള 13 രാജ്യങ്ങളിൽ സംഹാരതാണ്ഡവമാടി. ഈ സുനാമി 2004 ഡിസംബർ 26 ആഞ്ഞടിച്ചത്. 1,86,000 പേർ മരിക്കുകയും 50,000-ലധികം പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ മഹാദുരന്തമായിരുന്നു അത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ വലിയൊരു ഭൂകമ്പമായിരുന്നു ഈ സുനാമിക്ക് കാരണം. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തായിരുന്നു ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 9 രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഇന്ത്യൻ സമയം രാവിലെ 6:30 ഉണ്ടായത്. ആഫ്രിക്ക മുതൽ തായ്ലൻഡ് വരെയുള്ള രാജ്യങ്ങളിൽ മണിക്കൂറുകൾക്കകം കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. ആദ്യം പിൻവലിഞ്ഞ ശേഷം ആഞ്ഞടിച്ച തിരമാലകൾ 15 മീറ്റർ ഉയരത്തിലാണ് കരയിലേക്ക് കുതിച്ചു കയറിയത്. ഇന്തോനേഷ്യയോട് ചേർന്ന് കിടക്കുന്നതിനാൽ സുനാമി ആദ്യമെത്തിയത് ഇന്തോനേഷ്യയിലാണ്. ഏറ്റവും വലിയ ദുരന്തവും അവിടെ തന്നെയായിരുന്നു. 1.5 ലക്ഷത്തോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ശ്രീലങ്കയിൽ 35,000 പേർ മരിച്ചു. ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്താണ് സുനാമി നാശം വിതച്ചത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, കേരളം എന്നിവിടങ്ങളിലായി 15,000-ഓളം പേർക്ക് ഇന്ത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ രാജ്യങ്ങൾക്ക് പുറമെ മാലിദ്വീപ്, മ്യാൻമർ, സോമാലിയ, ഷീസെൽസ്, ടാൻസാനിയ, ബംഗ്ലാദേശ്, കെനിയ തുടങ്ങിയ സ്ഥലങ്ങളിലും സുനാമി നാശം വിതച്ചു. ഭൂകമ്പത്തിന് 10 മണിക്കൂറുകൾക്ക് ശേഷം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചു. ഇന്ത്യൻ പ്ലേറ്റ്, അതായത് ഇന്ത്യൻ ഫലകം ബർമ പ്ലേറ്റിൽ നിന്ന് വഴുതി മാറിയതാണത്രേ ഭൂകമ്പത്തിന് കാരണം. ഇതിൻ്റെ ഫലമായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അനേകം മീറ്ററുകൾ സ്ഥാനചലനം സംഭവിച്ചു. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ബോക്സിംഗ് ഡേ സുനാമിയെന്നും മറ്റിടങ്ങളിൽ ഏഷ്യൻ സുനാമിയെന്നുമാണ് 2004 സുനാമിയെ വിളിച്ചിരുന്നത്. സുനാമികൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് ജപ്പാൻ. ഒരുപക്ഷേ ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവുമധികം സുനാമികൾ
ഉണ്ടായിട്ടുള്ള നാടും ജപ്പാനാണ്. സുനാമി എന്ന പേര് തന്നെ ജാപ്പനീസ് പദമാണ്. ജപ്പാനിലുണ്ടായിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട സുനാമികൾ ധാരാളമുണ്ട്. 1498 മിഗാവ, സുറുഗ, ഇസു, സുഗാമി തുടങ്ങിയ ജാപ്പനീസ് തീരപ്രദേശങ്ങളിൽ 1998 സെപ്റ്റംബറിലുണ്ടായ സുനാമിയിൽ 30,000-ലധികം ആളുകളാണ് മരിച്ചത്. വാസ്കോഡിഗാമ കേരളത്തിൽ കാലുകുത്തിയ അതേ വർഷമാണ് ഇത് നടന്നത്. 1586 ഏകദേശം 8.2 തീവ്രതയിലുണ്ടായ ഒരു ഭൂമികുലുക്കം കാരണം ഈസേ തീരത്ത് 1586 ജനുവരിയിലുണ്ടായ സുനാമി ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടാക്കി. 8,000-ലധികം ആളുകൾ മരണപ്പെട്ടു. ഭൂമികുലുക്കത്തിന് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ നഗഹാമ നഗരത്തിൻ്റെ പകുതിയോളം കത്തിനശിച്ചു. 1771 ജപ്പാനിലെ ഇഷിഗാഗി ദ്വീപിൽ കാര്യമായ നാശനഷ്ടമുണ്ടാക്കിയ സുനാമിയാണ് 1771 ഏപ്രിലുണ്ടായത്. കൂട്ടത്തിൽ ഇഷിഗാഗി, മിഷാഗോ എന്നീ ദ്വീപുകൾക്കാണ് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. ഈ സുനാമി മൂലം 3000-ലധികം വീടുകൾ നശിക്കുകയും 12,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1896 ജപ്പാനിലെ സെൻറിഗു തീരത്ത് 1896 ജൂണിലുണ്ടായ സുനാമിയിൽ 28,000-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. 11,000 വീടുകൾ നശിച്ചു. 300 മീറ്ററിലധികം ഉയരമുള്ള തിരമാലകളായിരുന്നു അന്ന് ജപ്പാനെ ആക്രമിച്ചത്. 2011 ജപ്പാനിൻ്റെ കിഴക്കൻ തീരത്ത് 10 മീറ്ററോളം ഉയരമുള്ള തിരമാലകൾ ഇരച്ചു കയറിയപ്പോൾ 15,000-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. വാഹനങ്ങളും കെട്ടിടങ്ങളുമെല്ലാം കടൽ കൈക്കലാക്കി കളഞ്ഞു. 9.5 തീവ്രതയുള്ള ഭൂകമ്പമായിരുന്നു ആ സുനാമിയുടെ കാരണം. ഇത് ലോകത്ത് സുനാമി മൂലമുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.